എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇരുനില ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ അനുയോജ്യമായ ഒരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കിടന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ, വീടിനോട് ചേർന്ന ഒരു കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. ഏകദേശം 20 വീടുകളോട് ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. വില്ല കമ്മ്യൂണിറ്റിയിലെ റോഡ് വന്നിട്ട് നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. 4 മീറ്റർ 2 കാർ വരെ ഒരുമിച്ച് പോകാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന വില്ല സ്റ്റാർട്ട് ചെയ്യുന്ന 3ാമത്തെ വീടാണ് ഈ വീട് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. വീടിൻ്റെ വുഡ് വന്നിട്ട് ഫ്രണ്ട് ഫുള്ള് നമുക്ക് പ്ലാവാണ്. ഫുൾ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 ഗേറ്റാണ് വരുന്നത്. കാർ പോർച്ചിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ നേരെ ഫ്രണ്ട് ഡോറിന് ചേർന്നായിട്ട് നമുക്കൊരു സിംഗിൾ പാളിയുടെ ഒരു ഗേറ്റും വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് നിന്ന് 300 മീറ്റർ മാറിയാണ് നമ്മുടെ ബസ് റൂട്ട് വരുന്നത്. 300 മീറ്റർ മാറി തന്നെ കട വരുന്നുണ്ട്, ഹോട്ടൽ വരുന്നുണ്ട്, മാർജിൻ ഫ്രീ ഒക്കെ വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, സ്കൂൾ വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് മാർജിൻ ഫ്രീ ആയിരുന്നാലും മാർക്കറ്റ് ആയിരുന്നാലും എല്ലാം തന്നെ നമുക്കൊരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. ഈ വീട്ടിലോട്ട് വരുന്ന റോഡ് നമുക്ക് ലോറി സൈറ്റാണ്. നിരന്ന ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ 20 വീട് അടുപ്പിച്ച് വരുന്നുണ്ട്. അതിൽ നമുക്ക് 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. അതിൽ മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട്ടിൽ നമുക്ക് 3 ഫേസാണ് നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് CCTV പോയിന്റ് ചെയ്തിട്ടുണ്ട്, സോളാറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കാർ പോർച്ച്. നമുക്ക് ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൻ്റെ സൈഡിൽ നമ്മുടെ വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന ഓപ്ഷനിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുറ്റത്താണ് നമുക്ക് കിണർ വരുന്നത്. ഇവിടെ നമുക്ക് ഒറിജിനൽ സ്റ്റോൺ വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാപ്സ് ആണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് ഡോറിനോട് ചേർന്നാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ളത്. വീടിനോട് ചേർന്നും വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുറ്റത്താണ് കിണർ വരുന്നത്. കിണറിനോട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഒരു പോർഷനിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. മുറ്റത്താണ് കിണർ വരുന്നത്. കിണറ്റിലാണെങ്കിൽ നമുക്ക് 2 ഉറ ഇട്ടിട്ടുള്ളൂ. ഇത് നല്ല ഉറച്ച മണ്ണിലാണ് നമുക്ക് ഈ വീടിരിക്കുന്നത്. നല്ല നിരന്ന ഫ്ലോട്ടിലാണ്. നല്ല ശുദ്ധമായ വെള്ളമാണ് കിണറ്റിൽ നിന്ന് വന്നാൽ. വേനൽ സമയത്തായിരുന്നാലും പറ്റാത്ത നല്ല ഭൂപ്രദേശമാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ജനലപ്പാളികളും ഡോറുകളും എല്ലാം നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷും വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ സിറ്റൗട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. സിറ്റൗട്ടിൽ ഗ്ലാഡിംഗ് വർക്കിന് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിങ്കല്ല് കൊത്താണ്. ഇത് നമുക്ക് ഇനി ക്ലിയർ ചെയ്യാനുണ്ട്, ക്ലിയർ പെയിൻറ്റ് അടിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ ബ്ലാക്ക് ഒക്കെ നമുക്ക് വരയ്ക്കാനുണ്ട്. ഇതിൽ കുറച്ച് ഫൈനൽ വർക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ടിലെ ഡോറൊക്കെ വരുന്നത് നമുക്ക് പ്ലാവാണ്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന 2 തൂണും നമുക്ക് കാർ പോർച്ചിലെ തൂണും ഈ തൂണും നമുക്ക് കരിങ്കല്ല് കൊത്താണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കിനി ക്ലിയർ അടിക്കാനുണ്ട്. അതേപോലെ നമുക്ക് ഇതിൽ ബ്ലാക്ക് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഫിനിഷിംഗ് വർക്കായിട്ടിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഹാള്. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. നമ്മുടെ TV യൂണിറ്റ് ഏരിയയും ഡൈനിങ് സെക്ഷനും സെപ്പറേറ്റാണ് തിരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ്. 2 കളറിലാണ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ ഹാളിൽ അഡീഷണൽ പൂജാ റൂമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു വീടാണ്. വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പൂജാ റൂമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നമുക്ക് എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ TV യൂണിറ്റാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വാഷബിളാണ്, അഴുക്കായിരുന്നാലും വാഷബിളാണ്. അകത്തെ ടൈൽ വന്നിട്ട് 4x2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് ഈ കാണുന്ന നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഒരു വാഷ് ബേസിനും വരുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ ചെയ്യുന്ന അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വാഷ് ബേസൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ കണക്ഷൻ വന്നിട്ട് 3 ഫേസാണ് വരുന്നത്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് നമുക്ക് ലീ ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. നമുക്ക് അകത്തെ ഡോറുകളൊക്കെ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. പ്ലാവാണ്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയൊരു ബെഡ്റൂമാണ്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ബെഡ്റൂമിലെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നതെല്ലാം നല്ല പ്രീമിയം ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്.
നമുക്ക് ഈ കബോർഡിൻ്റെ മുകളിൽ നമുക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചെയ്തെടുക്കാം. ഇവിടെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല, അത്യാവശ്യക്കാർക്കാണെങ്കിൽ നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. റൂമിലെ സീലിങ്ങിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല പ്രീമിയം ഡോറാണ് നമ്മുടെ വാഷ്റൂമിലെ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാളിൽ നിന്നും അടുത്ത് നമുക്ക് കിച്ചണാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റൊക്കെ നമുക്ക് ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്കിവിടെ ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്ത് ഇവിടെ ഒരു ഓപ്പൺ ഇട്ടിട്ടുണ്ട്. സ്റ്റോറേജ് നമ്മുടെ കിച്ചണിലെ സ്റ്റോറേജ് ഒക്കെ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ ഫ്ലോർ ടൈൽ ഉപയോഗിക്കുന്ന വുഡിൻ്റെ ഡിസൈൻ വന്ന ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റി ഒക്കെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്ന് കാണുമ്പോഴേ ഈ വീടിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഹൗസ് സൈഡ് നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് സിമെൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഹൗസ് സൈഡ് മതിലൊക്കെ നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിംഗ് ഉണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു വുഡിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാള്. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലഗ് പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കമ്പ്യൂട്ടർ സ്റ്റാൻഡ്, TV യൂണിറ്റ് എന്തെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഓപ്ഷനിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. നമുക്ക് ടെറസിലോട്ട് പോകുന്ന ഡോർ വന്നിട്ട് സ്റ്റെയർ കയറി വരുന്നിടത്താണ് നമ്മൾ ടെറസിലോട്ട് പോകുന്ന ഡോർ വന്നിട്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസും 13x13 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്ന വാഷ്റൂമും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 16x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഏരിയ നമുക്ക് ബാത്റൂമിന് വേണ്ടി, നമുക്ക് വാഷ്റൂമിന് വേണ്ടി നമുക്കിവിടെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 2 പാളിയിൽ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സ് എല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് 2 ബാൽക്കണിയാണ് വരുന്നത്. ഒരു വലിയ ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചെറിയ ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലാഡിയം വർക്ക് ചെയ്യുന്ന കരിങ്കല്ലൂത്താണ് നമുക്കിവിടെ ഗ്ലാഡിയം വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീലാണ്. ഇത് നമുക്ക് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഓപ്ഷനിൽ നമുക്ക് വലിയൊരു ബാൽക്കണിയിൽ നമുക്ക് സോപാനം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റീലാണ് ചെയ്തിട്ടുള്ള ഫ്രെയിമിൽ. അതിൽ നമുക്ക് ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വലിയ ബാൽക്കണിയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ബാൽക്കണിയിൽ സന്ധ്യയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ്. ഈ കാണുന്ന വില്ലയ്ക്കത്തുള്ള എല്ലാ വീട്ടിലും നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഏകദേശം 20 വീടുകളോട് ചേർന്ന ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. മിക്ക വീട്ടിലും നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. പാലായിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും ഫിഷ് ആയിരുന്നാലും എല്ലാം തന്നെ നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എടുക്കാൻ 2 ആഴ്ചയിലൊരിക്കൽ ഹരിതസേനയിൽ നിന്നും ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ 2 ദിവസത്തെ ഒരിക്കൽ ആൾ വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കുരിയമുകളാണ് നമുക്ക് വീട് വരുന്നത്. വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിലെ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. നമുക്ക് CCTVയുടെ പോയിന്റ് വരുന്നുണ്ട്. സോളാറിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 52 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു പ്രകാരമാണ് വടക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. അതൊരിക്കലും ബൈ.